കാര്യങ്ങൾ പോലും നിങ്ങളെ തളർത്തുന്നുണ്ടോ? മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? ഒരു പരാജയമോ റിജക്ഷനോ വന്നാൽ വീണ്ടും എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ പഠിക്കുന്നത് ഇമോഷണൽ സ്ട്രെങ്ത് എന്താണ്, എങ്ങനെ മനസ്സ് ശക്തമാക്കാം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് എങ്ങനെ സ്വതന്ത്രരാകാം, പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള പാഠമാക്കാൻ എന്തൊക്കെ ചെയ്യണം, ഇമോഷണൽ റെസിലിയൻസ് വളർത്തുന്ന ദിവസേന ചെയ്യാവുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ചില ആളുകൾ വലിയ പ്രശ്നങ്ങൾ വന്നാലും ശാന്തരായിരിക്കും. പക്ഷെ ചിലർ ചെറിയ ചെറിയ ഒരു വിമർശനം കേട്ടാലും മതി തളർന്നു പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർക്കുള്ളത് കൂടുതൽ പണമോ കൂടുതൽ വിദ്യാഭ്യാസമോ കൂടുതൽ ഭാഗ്യമോ അല്ല, അവർക്കുള്ളത് ഇമോഷണൽ സ്ട്രെങ്ത് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഇമോഷണലി സ്ട്രോങ് ആകാൻ സഹായിക്കുന്ന 7 പവർഫുൾ സ്റ്റെപ്സ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വികാരങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. പലരും കരുതുന്നത് കരയാത്തവരാണ് സ്ട്രോങ് എന്ന്. അത് ശരിയായ രീതിയല്ല. ഇമോഷണൽ സ്ട്രെങ്ത് എന്നത് വികാരങ്ങൾ ഇല്ലാതാകുക എന്നല്ല. വികാരങ്ങൾ ഉണ്ടായാലും അവ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാതിരിക്കുക എന്നതാണ്. ഉദാഹരണം, ബ്രേക്കപ്പ് കഴിഞ്ഞാൽ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അഭിനയിക്കേണ്ട ആവശ്യമില്ല. വേദനയെ അംഗീകരിക്കുക, പക്ഷെ അതിൽ കുടുങ്ങി കിടക്കരുത്. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങളുടെ സെൽഫ് ടോക്ക് മാറ്റുക. നിങ്ങൾ ദിവസവും നിങ്ങളോട് എന്താണ് പറയുന്നത്? എനിക്ക് കഴിയില്ല, ഞാൻ പോരാ, എനിക്ക് എപ്പോഴും പരാജയമാണ്. ഇത്തരം വാക്കുകൾ നിങ്ങളുടെ മനസ്സ് സത്യമാണെന്ന് വിശ്വസിക്കും. അതിന് പകരം പറയുക, ഞാൻ പഠിക്കുകയാണ്, ഞാൻ ഓരോ ദിവസവും വളരുകയാണ്. സ്റ്റെപ്പ് നമ്പർ 3, മറ്റുള്ളവരുടെ അംഗീകാരം തേടുന്നത് നിർത്തുക. പലർക്കുമുള്ള ഒരു ചെറിയ മിസ്റ്റേക്കാണിത്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും സന്തോഷവാനാകില്ല. ഓർമ്മിക്കേണ്ടത്, നിങ്ങളുടെ മൂല്യം മറ്റൊരാളുടെ അഭിപ്രായം തീരുമാനിക്കുന്നില്ല. സ്റ്റെപ്പ് നമ്പർ 4, പരാജയങ്ങളെ പാഠമാക്കുക. പരാജയം ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല, അത് അടുത്ത വിജയത്തിനുള്ള തയ്യാറെടുപ്പാണ്. സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതിൽ നിന്ന് ഞാൻ പാഠമാണ് പഠിക്കേണ്ടതെന്ന്. സ്റ്റെപ്പ് നമ്പർ 5, ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടാക്കുക. ആവശ്യമുള്ളപ്പോൾ ഇല്ല എന്ന് പറയാൻ പഠിക്കണം. നിങ്ങളുടെ മാനസിക സമാധാനം സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയായ കാര്യമൊന്നുമല്ല, അത് സെൽഫ് റെസ്പെക്റ്റ് ആണ്. സ്റ്റെപ്പ് നമ്പർ 6, ദിവസേന നല്ല ശീലങ്ങൾ വളർത്തുക. ഓരോ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, ജേർണലിംഗ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. ഈ ചെറിയ ചെറിയ ശീലങ്ങളുണ്ടല്ലോ, അതാണ് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 7, പെർഫെക്ഷൻ അല്ല, പ്രോഗ്രസ് തിരഞ്ഞെടുക്കുക. ഇമോഷണലി സ്ട്രോങ് ആയ ആളുകൾക്കും വിഷമമുണ്ടാവും അല്ലേ? പക്ഷെ അവർ അതിൽ നിന്ന് വേഗത്തിൽ തിരിച്ചു വരും. പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ഇന്നലേക്കാൾ ഇന്ന് 1% വളരാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് പഠിച്ചത്? 1, വികാരങ്ങളെ അംഗീകരിക്കുക, സെൽഫ് ടോക്ക് മാറ്റുക, മറ്റുള്ളവരുടെ അംഗീകാരം തേടാതിരിക്കുക, പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക, ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടാക്കുക, നല്ല ശീലങ്ങൾ വളർത്തുക, പ്രോഗ്രസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ ഒരേ ഒരു കാര്യം ഓർത്താൽ മതി, ഇമോഷണലി സ്ട്രോങ് ആകുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്. അത് ദിവസേന ചെയ്യുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളുടെയും ശീലങ്ങളുടെയും ഫലമാണ്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.